കൽപ്പറ്റ കേരള ഗ്രാമീൺ ബാങ്കിനെതിരെ പ്രതിഷേധം ശക്തം. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ അക്കൗണ്ടിൽ നിന്ന് EMI ഈടാക്കിയതിൽ പ്രതിഷേധിച്ചാണ് യുവജന സംഘടനകൾ ബാങ്ക് ഉപരോധിക്കുന്നത്. DYFI പ്രവർത്തകരും AIYF പ്രവർത്തകരുമാണ് ബാങ്കിലേക്ക് തള്ളിക്കയറിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അല്പസമയത്തൊക്കെ മാർച്ച് നടത്തുമെന്നാണ് അറിയുന്നത്. വിനേഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, ഈ മേഖലയിൽ ഒരു തരത്തിലുള്ള പിടിച്ചുപറിയും അനുവദിക്കില്ല, അല്ലെങ്കിൽ സംഭവിക്കില്ല, വായ്പകൾ തിരിച്ചു പിടിക്കില്ല എന്ന് പറയുന്നിടത്താണ് ഇത്തരമൊരു സംഗതി ഉണ്ടാകുന്നത്. സഹായധനത്തിൽ നിന്ന് പോലും EMI ഈടാക്കുന്ന ബാങ്കിന്റെ നീചമായ നടപടി. എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, യഥാർത്ഥത്തിൽ ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഒരു പകൽക്കൊള്ളയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരാണ്. ജീവൻ നഷ്ടപ്പെട്ട ആളുകൾ കൂടാതെ എങ്ങനെയോ രക്ഷപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ ആളുകളാണ്. അവരുടെ EMI, അതായത് അവരുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇപ്പോൾ EMI പിടിച്ചിരിക്കുന്നത്. അതും അവരുടെ അക്കൗണ്ടുകളിൽ പൈസയില്ല. സർക്കാരിന്റെ ധനസഹായത്തിന്റെ തുക അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കാണ് 6000 രൂപ അക്കൗണ്ടിൽ എത്തിയവന്റെ അടുത്ത് നിന്ന് 3500 രൂപ EMI ഈടാക്കിയ സംഭവം വരെ ഉണ്ടായി. ഇതിനെതിരെയാണ് ഇപ്പോൾ DYFI AIYF പ്രവർത്തകർ കൽപ്പറ്റയിലുള്ള കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് മാർച്ച് നടത്തിയത്. ഇതിനകത്തേക്ക്, അതായത് വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടെങ്കിൽ പോലും ഇത് മറികടന്നുകൊണ്ട് ബാങ്കിനുള്ളിലേക്ക് കയറിയ AIYF DYFI പ്രവർത്തകരെ പിന്നീട് പോലീസ് ഇടപെട്ടാണ് പുറത്തെത്തിച്ച് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. എന്നാൽ ബാങ്ക് ഇതിൽ നിന്ന് പിന്നോക്കം പോവാതെ ഒരു കാരണവശാലും സമരം നിർത്തില്ല എന്നുള്ള നിലപാടിലാണ് യുവജന സംഘടനകൾ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തേക്ക് അല്പസമയത്തിനകം മാർച്ചുമായി എത്തും. യൂത്ത് ലീഗും അതുപോലെ തന്നെ യുവമോർച്ച സംഘടനകളെല്ലാം തന്നെ ബാങ്കിലേക്ക് സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇരകൾക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു സാമാന്യ നീതി തന്നെയാണ് യുവജന സംഘടനകൾ. അവർക്ക് നീതി ലഭിക്കുന്നതുവരെ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ള നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എന്തായാലും ബാങ്ക് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇവരുടെ എല്ലാം തന്നെ അക്കൗണ്ടുകളിലേക്ക് പൈസ ഉണ്ടെങ്കിൽ അത് ഓട്ടോ ഡെബിറ്റ് സിസ്റ്റമാണ്. അതായത് ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ആവും. അത് ഓരോ മാസം അത് ഡെബിറ്റ് ആവും. അത് ആ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ തങ്ങൾക്ക് ഇതിനകത്ത് അതിൽ എന്തെങ്കിലും മാറ്റം പെട്ടെന്ന് വരുത്താൻ കഴിയില്ല എന്ന നിലപാടാണ് ബാങ്കുകൾക്കുള്ളത്. പക്ഷേ അത് പ്രായോഗികമായി അവർ പറയുന്നത് അത് പ്രായോഗികമല്ല എന്ന് പറയുമ്പോഴും ഈ ദുരന്ത ബാധിതരുടെ ഒരു അവസ്ഥ പോലും മനസ്സിലാക്കാതെ ബാങ്ക് ഏകപക്ഷീയമായി ഈ ഓട്ടോ ഡെബിറ്റ് സിസ്റ്റത്തിൽ പോലും മാറ്റം വരുത്തിയില്ല എന്ന് തന്നെയാണ് യുവജന സംഘടനകൾ പറയുന്നത്. എന്തായാലും ഈ ബാങ്ക് നിലപാട് തിരുത്തുന്നത് വരെ, ഇതിലൊരു മാറ്റം വരുത്തുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യുവജന സംഘടനകളുടെ തീരുമാനം. അല്ല, ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, ഈ സർക്കാരിന്റെ നിർദ്ദേശം കൃത്യമായി ഉണ്ടായിരുന്നല്ലോ നേരത്തെ, വായ്പകൾ ഈടാക്കില്ല എന്നുള്ളത്. നമുക്കറിയാം, ഈ കേരള ബാങ്കൊക്കെ ഇവരുടെ വായ്പകൾ എഴുത്തള്ളിയ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ മുണ്ടക്കൈ മേഖലയിലെ. അപ്പോഴാണ് ഈ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഈ നടപടി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു അനാസ്ഥ അവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത് എന്നുള്ളത് വലിയ പ്രശ്നമല്ലേ? തീർച്ചയായും ഇതൊരു അനാസ്ഥയല്ല. ഇത് ബാങ്കിന് അറിയാത്ത കാര്യമല്ല. ബാങ്ക് ഇതിനെ ഏത് തരത്തിൽ ന്യായീകരിച്ചാലും ഒരിക്കലും അതൊരു ഉൾക്കൊള്ളാൻ കഴിയില്ല. സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവരുടെ അക്കൗണ്ടുകളിലേക്ക് സർക്കാരിന്റെ പരിമിതമായ വളരെ ചെറിയൊരു തുക എത്തുമ്പോഴത്തേക്ക് അതിന്റെ പകുതി ഭാഗവും ഇവർ ഈടാക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. രൂപയാണ് പലർക്കും 6000 രൂപയാണ് അക്കൗണ്ടിലേക്ക് വന്നതെങ്കിൽ ആ 6000 രൂപയിൽ 3500 രൂപയും പിടിച്ചു പോയി എന്നുള്ളതാണ് EMI ഇനത്തിൽ ബാങ്ക് ഈടാക്കി എന്നുള്ളതാണ് ഈ ആളുകൾ, ദുരന്തത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട മനുഷ്യർ പറയുന്നത്. എന്തായാലും അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള യുവജന സംഘടനകളുടേത്. അതാണ് രാവിലെ അല്പസമയം മുമ്പാണ് DYFI മാർച്ച് ആരംഭിച്ചത്. AIYF ഉണ്ടായിരുന്നു. AIYF ആണ് ആദ്യം ഈ ബാങ്കിലേക്ക് ഇരച്ചു കയറിയത്. തുടർന്ന് പോലീസ് എത്തി. പിന്നീട് DYFI പ്രവർത്തകരും ബാങ്ക് ഉപരോധിക്കുന്നു. ഇനി എന്താ കോൺഗ്രസിന്റെ ഉപരോധവും ഉണ്ടാവും. യൂത്ത് കോൺഗ്രസ് മാർച്ച് ടൗണിൽ നിന്ന് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. DYFIയും AIYF പ്രവർത്തകരും അവിടെ മാർച്ച് നടത്തുന്നു. അല്പസമയത്തിനകം KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചും അങ്ങോട്ടേക്കുണ്ടാകും. ഗ്രാമീൺ ബാങ്കിന്റെ ഭാഗത്തു നിന്നാണ്, കൽപ്പറ്റ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഭാഗത്തു നിന്നാണ് ഇത്ര വലിയ ഒരു അനാസ്ഥ സംഭവിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ അക്കൗണ്ടിൽ നിന്ന്, അതായത് അവർക്ക് ലഭിച്ച സഹായധനത്തിൽ നിന്നുൾപ്പെടെ EMI ഈടാക്കിയെന്നാണ് ആക്ഷേപം. ബാങ്കിനുള്ളിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറി എന്ന് മനസ്സിലാകുന്നു. അവർ വലിയ പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. യുവജന സംഘടനകളാണ് വലിയ തോതിൽ പ്രതിഷേധിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഇനിയും ഒരുപക്ഷേ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായേക്കാം. ഈ പ്രവർത്തകരുടെ ഇടപെടലിലാണ് ഇപ്പോൾ ബാങ്കുകാർ എന്തെങ്കിലും തരത്തിലൊരു മാറ്റം അവരുടെ പ്രവൃത്തിയിൽ ഉണ്ടാകണമെങ്കിൽ സംഭവിക്കേണ്ടത്. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടും കൃത്യമായ നിർദ്ദേശമുണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്തരം ബാങ്കുകൾ ഈ ദുരിതബാധിതരുടെ, അതായത് സമാനതകളില്ലാത്ത ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്നുള്ള സ്വഭാവമാണ് ഈ ബാങ്ക് നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നത് വ്യക്തമാണ്. കാരണം ഇവർക്ക് നേരെ ഇത്തരമൊരു നടപടി എന്നത് ഏറെ ലജ്ജിക്കേണ്ട അല്ലെങ്കിൽ ഏറെ അപലപിക്കേണ്ട ഒരു കാര്യമായി തന്നെ മാറുന്ന സാഹചര്യം കൂടിയുണ്ട്. വിനേഷ്, വളരെ പ്രയാസകരമായ സങ്കടകരമായ കാര്യമാണ് ഇതിനെ തുടർന്ന് എന്തെങ്കിലും നടപടി ബാങ്ക് സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ? സാധാരണ ചിലപ്പോൾ EMI എല്ലാ മാസവും ഈ ഹോൾഡൊക്കെ ഇട്ട് കൊടുത്താൽ എല്ലാ മാസവും അത് EMI ആയിട്ട് തന്നെ പിടിക്കുന്നതാണ്. അത് പക്ഷേ ബാങ്ക് അവിടെ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കാരണം അങ്ങനെ ഈ ദുരന്തബാധിതർ ആരൊക്കെയെന്ന് അവർക്കറിയാം, അവിടെ ആർക്കൊക്കെ അക്കൗണ്ട് ഉണ്ട് എന്ന് അവർക്കറിയാം. അവർക്ക് കൃത്യമായി തന്നെ അവരെ കണ്ടെത്തി അവരിൽ നിന്ന് പണം ഈടാക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കേണ്ടത് ബാങ്കാണ്. അതിവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. രഞ്ജിത്ത്, ഇതൊരു നാഷണലൈസ്ഡ് ബാങ്കോ അല്ലെങ്കിൽ ഒരു ന്യൂജൻ ബാങ്കുകളോ മറ്റ് പ്രൈവറ്റ് ബാങ്കുകളോ അല്ല. ഇത് കേരള ഗ്രാമീൺ ബാങ്കാണ്. കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിൽ, സഹകരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് പൊതുവെ കേരള ഗ്രാമീൺ ബാങ്കുകളും മറ്റും പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായും ഇത് സർക്കാർ ഒരു കാരണവശാലും ഇതിൽ നിന്ന് EMI ഈടാക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ ഇത് ഈടാക്കി എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. കാരണം കേരള ഗ്രാമീൺ ബാങ്ക് പോലെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകൾ ഇത് ഈടാക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. നാഷണലൈസ്ഡ് ബാങ്കുകൾ, ഇപ്പോൾ കനറ ബാങ്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും SBI പോലുള്ള സംവിധാനങ്ങളോ ഒന്നും അല്ല. അതാണെങ്കിൽ പോലും അത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വരുന്ന, ഇത് സംസ്ഥാന സർക്കാരിന്റെ ആയതുകൊണ്ട് തന്നെ ഇത്തരം ബാങ്കുകൾ ഈടാക്കുന്നത് സർക്കാരിന്റെ ഒരു അല്ലെങ്കിൽ സർക്കാരിന്റെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ഏകപക്ഷീയമായി ബാങ്ക് നടത്തിയൊരു നീക്കം മാത്രമാണ്. അതാണ് ഇതിലെ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വലിയ എമൗണ്ടുകളൊന്നും വന്നിട്ടില്ല. വളരെ കുറച്ച് പൈസ, 5000 രൂപയും 6000 രൂപയൊക്കെ ധനസഹായം ലഭിച്ചതിൽ നിന്ന് പകുതിയിലധികം പൈസയാണ് EMI ഇനത്തിൽ ഇവർ ഈടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത്